ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്ര കണ്ടു വിശ്വസനീയമോ? നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും അവരുടെ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായി ധാരാളം തൊഴിലാളികളെ ഒന്നിച്ച് പിരിച്ചുവിടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദിക്കുന്ന ഒരു ചോദ്യം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും വേണ്ടേ അപ്ഗ്രഡേഷൻ? അത് കൃത്യമായി നടക്കുന്നുണ്ടോ? ChatGPT, ജെമിനി ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ വളരെ കൃത്യതയോടെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. പക്ഷേ കൃത്യതയോടെ അല്ല എന്ന് തെളിവ് സഹിതം ഹാജരാക്കുമ്പോൾ എന്താണ് ഇതുമൊക്കെ, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചുക്കാൻ പിടിച്ച് മുന്നേറുന്ന സാങ്കേതിക വിദഗ്ധർക്ക് പറയാനുള്ളത്? ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദ ഹിന്ദുവിൻ്റെ ഒരു നോട്ട്ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ന്യൂസ് പേപ്പർ ആർക്കൈവ്സിലേക്കും അതുപോലെ മറ്റ് ആർക്കൈവ്സിലേക്കും, ന്യൂസ് പേപ്പറിൻ്റെ മാത്രമാകണമെന്നില്ല, ചരിത്രത്തിൻ്റെ ആർക്കൈവ്സ് ആകാം, അങ്ങനെയുള്ള ആർക്കൈവ്സിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ChatGPT ഇവയൊക്കെ, ഗൂഗിൾ, ChatGPT, ജെമിനി ഇവരൊക്കെ ഡേറ്റയുമായി ഇത് ശരിയായ ഡേറ്റ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്ന് സമർത്ഥിക്കുന്ന ഒരു പഠനമാണ് സുചിത്ര കാർത്തികേയൻ ഹിന്ദുവിൻ്റെ നോട്ട്ബുക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ അർത്ഥവത്തായി തോന്നി. അതുകൊണ്ടാണ് ഇന്ന് അതേപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. സുചിത്ര കാർത്തികേയൻ ഈ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഗൂഗിളിനോട് ചോദിക്കുന്നു, ഏത് ഇന്ത്യൻ ലീഡറാണ് ആദ്യം പ്രംബാനൻ ടെമ്പിൾ, ഇന്തോനേഷ്യയിലുള്ള ഒരു ബുദ്ധ ടെമ്പിളാണ് പ്രാംബാനൻ ടെമ്പിൾ, ആ ടെമ്പിൾ ഏത് ഇന്ത്യൻ ലീഡറാണ് ആദ്യം വിസിറ്റ് ചെയ്തത് എന്നായിരുന്നു ഗൂഗിളിനോട് ചോദിച്ച ചോദ്യം. ഗൂഗിൾ കൃത്യമായി കൊടുത്ത ഉത്തരം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലീഡർ ഹു വിസിറ്റഡ് ഹിസ്റ്റോറിക് ടെമ്പിൾ. അതായത് ഈ ചരിത്രത്തിൽ ഇടം തേടിയ ടെമ്പിൾ, പ്രംബാനൻ ടെമ്പിൾ, ഇന്തോനേഷ്യയിലെ ബുദ്ധ ടെമ്പിൾ, ഇതിനെ ആദ്യം വിസിറ്റ് ചെയ്ത ഇന്ത്യൻ ലീഡർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ് ഗൂഗിൾ കൊടുത്ത ഉത്തരം. സുചിത്ര കാർത്തികേയന് ഇതൊട്ടും വിശ്വാസയോഗ്യമായി തോന്നിയില്ല. കാരണം 1940-കൾ മുതൽ ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ എല്ലാ തരത്തിലും സാംസ്കാരികമായ സമ്പർക്കം മാത്രമല്ല, അതുപോലെ മിലിറ്ററി ലെവലിലും ഒക്കെ വളരെ സൗഹാർദ്ദപരമായി പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുമാത്രവുമല്ല, ശ്രീബുദ്ധൻ്റെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ അവിടെയും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. എന്നിട്ട് നരേന്ദ്രമോദിയാണ് ആദ്യം ആ ടെമ്പിൾ വിസിറ്റ് ചെയ്തത് എന്ന് കേട്ടപ്പോൾ സുചിത്ര കാർത്തികേയന് അത് വിശ്വസനീയമായി തോന്നിയില്ല. അപ്പോൾ സുചിത്ര എന്തു ചെയ്തു? ഹിന്ദു ആർക്കൈവ്സിൽ, ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു പോയപ്പോൾ സുചിത്ര കണ്ടെത്തി, അതായത് ഹിന്ദു പത്രത്തിൻ്റെ ആർക്കൈവ്സിൽ നിന്ന്, പഴയ താളുകളിൽ നിന്ന് സുചിത്ര കാർത്തികേയൻ കണ്ടെത്തുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡിസംബർ 14, 1958. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രാംബാനൻ ടെമ്പിൾ ഇന്തോനേഷ്യയിൽ വിസിറ്റ് ചെയ്യുന്നത്. അതും 1958 ഡിസംബർ 14. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡൻ്റായ രാജേന്ദ്ര പ്രസാദ് ആണ് വിസിറ്റ് ചെയ്തത്. വിസിറ്റ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹം അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിളിൽ തന്നെ ആ മോണ്യുമെൻ്റ് ഓഫ് ബുദ്ധയുടെ ആ മോണ്യുമെൻറ്റിനെ പറ്റി വളരെ മനോഹരമായ വാക്കുകളിലും ഹൃദയത്തിൽ തൊട്ട ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി അദ്ദേഹം അതിനെപ്പറ്റി വിവരിക്കുന്നത്, റെനോവേഷൻ നടക്കുകയായിരുന്നു. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് റെനോവേഷൻ നടന്നത്? ബുദ്ധ ടെമ്പിളിൻ്റെ.
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ശ്രീ ബുദ്ധ ടെമ്പിളിൻ്റെ പുതുക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ട് ഗൂഗിൾ പറഞ്ഞത് തെറ്റാണ് എന്ന് സുചിത്ര കാർത്തികേയൻ തെളിയിക്കുന്നു. തീർന്നില്ല, അവിടെ ഇനി ഒന്നോടെ നോക്കിക്കളയാം എന്ന് വിചാരിച്ചു. ഇതേ ചോദ്യം തന്നെ അടുത്ത ഘട്ടത്തിൽ സുചിത്ര കാർത്തികേയൻ ആരോടൊക്കെ ചോദിക്കുന്നു? AI ടൂൾസ് ആയിട്ടുള്ള ചാറ്റ് GPT ആൻഡ് ക്രോക്ക്, ഇത് മൂന്നും AI ബോട്ടുകളാണ്. അപ്പോൾ ഇവയോട് ചോദിച്ചു. ഇവയും ഗൂഗിൾ കൊടുത്ത അതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ പറയപ്പെട്ട AI ബോട്ടുകൾ ഒന്നും ആർക്കൈവ്സിലേക്ക് പോകുന്നില്ല. അവർ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പറയും. പക്ഷേ നമുക്കത് പോരല്ലോ, ആർക്കൈവ്സിലേക്ക് പോകണം, വളരെ പഴയ കാലങ്ങളും കൂടി തേടി പിടിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഇവയെ സജ്ജരാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയും തീരുന്നില്ല. സുചിത്ര കുറച്ചുകൂടി ദീർഘമായിട്ട് ഇതേപ്പറ്റി പഠിക്കാൻ വിചാരിച്ച് ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചു കളയാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, AI എത്രമാത്രം ഹാൻഡിക്യാപ്പ് ഉള്ളതാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഈസി ആയിട്ട്, അതായത് എത്ര സുതാര്യമായിട്ടും എത്ര കൃത്യമായിട്ടും പറയുന്നു. ഒറ്റ പരീക്ഷണം കൊണ്ട് മാത്രം അങ്ങനെ AI ബോട്ട്സിനെ കുറ്റം ചാരണ്ട എന്ന് വിചാരിച്ച് ഒന്ന് കൂടുതൽ ചില ചോദ്യങ്ങൾ കൂടി ആകാം എന്ന് കരുതി സുചിത്ര വീണ്ടും ചോദിക്കുകയാണ്. ചാറ്റ് GPTയോടും ജെമിനിയോടുമാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഗൂഗിളിനോടല്ല, ചാറ്റ് GPTയോടും ജെമിനിയോടുമാണ് ചോദിക്കുന്നത്. ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് പാലസ്റ്റൈൻ? പാലസ്തീനെ ആദ്യം വിസിറ്റ് ചെയ്ത ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? അതായിരുന്നു ചോദ്യം. ഈ രണ്ട് പേരും, അതായത് ചാറ്റ് GPT, ജെമിനി ആൻസർ കൊടുത്തത് നരേന്ദ്രമോദി ഓൺ ഫെബ്രുവരി 10, 2018 എന്നാണ് ഉത്തരം കൊടുത്തത്. ചാറ്റ് GPT, ജെമിനിയും കൊടുത്ത ഉത്തരമാണ് നരേന്ദ്രമോദിയാണ് ആദ്യം പാലസ്തീൻ വിസിറ്റ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, അതും ഫെബ്രുവരി 10, 2018 എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അപ്പോൾ പുള്ളിക്കാരൻ എന്തുകൂടി ചെയ്തു? രാംലല്ല ടെമ്പിൾ, വെസ്റ്റ് ബാങ്കിലുള്ള രാംലല്ല ടെമ്പിളും അദ്ദേഹം വിസിറ്റ് ചെയ്തു എന്നും ഇവർ പറഞ്ഞു. എന്നിട്ട് ടോക്സ് വിത്ത് പാലസ്തീനിയൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ്, രാംലല്ല ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ പാലസ്തീനിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് അബ്ബാസുമായിട്ട് ചർച്ച നടത്തി. ഇത്രയും കാര്യങ്ങളൊക്കെ ജെമിനിയും പറഞ്ഞു, അതുപോലെ തന്നെ ചാറ്റ് GPTയും പറഞ്ഞു. പക്ഷേ അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഈ സംശയം, അതായത് സുചിത്രയുടെ സംശയം അവിടെ തീരുന്നില്ല. സുചിത്ര വീണ്ടും ഹിന്ദുവിൻ്റെ ആർക്കൈവ്സിലേക്ക് പോകുന്നു. ഹിന്ദുവിൻ്റെ ആർക്കൈവ്സിലേക്ക് പോയപ്പോൾ കണ്ടെത്തുന്നു ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം മെയ് 19, 1960 ആണ് ഈ പറയപ്പെട്ട പാലസ്തീൻ സന്ദർശിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ പറയപ്പെട്ട ജെമിനിയും ചാറ്റ് GPTയും ഒന്നും അടങ്ങിയില്ല. അവരൊക്കെ ഈ നെഹ്റുവാണ് വിസിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞതിനെ ചാലഞ്ച് ചെയ്തു. അല്ല, നരേന്ദ്രമോദിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സുചിത്ര കാർത്തികേയൻ വേറെ ധാരാളം ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളും മറ്റു പലതും കൊണ്ടുവന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഈ രണ്ട് എക്സാമ്പിൾസ് അപ്പോൾ ചാറ്റ് GPTയും ജെമിനിയും ശരിയല്ല എന്ന് സുചിത്രയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നു. പക്ഷേ ഒരു മൂന്നാമതൊരു പരീക്ഷണം കൂടി സുചിത്ര തയ്യാറാകുന്നു. അതായത് മൂന്നാമത്തെ പരീക്ഷണം, അയോധ്യയിലെ രാം ടെമ്പിൾ US-ൽ നിന്നുള്ള സെനറ്റേഴ്സോ കോൺഗ്രസ്മെന്നോ ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ജെമിനി കൊടുത്ത ഉത്തരം, ദർ ഈസ് നോ പബ്ലിക് റെക്കോർഡ് ഓർ ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് എനി കറൻറ്റ് ഓർ ഫോർമർ US സെനറ്റർ ഓർ US കോൺഗ്രസ്മാൻ having physically visited the temple
അതായത് ഈ ഏതെങ്കിലും ഒരു കോൺഗ്രസ്മാൻ ഫിസിക്കലായിട്ട് അയോധ്യ ടെമ്പിൾ വിസിറ്റ് ചെയ്തതിൻ്റെ വിവരങ്ങളില്ല. ജെമിനിയോടും ചാറ്റ് GPT-യോടുമാണ് ചോദ്യം ചോദിക്കുന്നത് സുചിത്ര, മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ജെമിനി പറഞ്ഞു കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ സെനറ്റേഴ്സ് ആരെങ്കിലുമോ US നിന്ന് അയോധ്യ റാം ടെമ്പിൾ സന്ദർശിച്ചതായിട്ട് അറിവില്ല, ഇല്ല, അങ്ങനെ സന്ദർശിച്ചിട്ടില്ല എന്നാണ് അസർട്ട് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ചാറ്റ് GPT എന്ത് പറഞ്ഞു? US കോൺഗ്രഷണൽ ഡെലിഗേഷൻ വിസിറ്റഡ് ദ ടെമ്പിൾ ഇൻ 2024. അതായത് US കോൺഗ്രസ്സിൽ നിന്നുള്ള മെമ്പേഴ്സ് 2024 ഈ ടെമ്പിൾ, അയോധ്യ ടെമ്പിൾ വിസിറ്റ് ചെയ്തു എന്നാണ് ചാറ്റ് GPT പറഞ്ഞത്. അപ്പം സുചിത്രയ്ക്ക് മനസ്സിലാകുന്നു ഇത് രണ്ടും. അപ്പോഴും സുചിത്ര ആർക്കൈവ്സിലേക്ക് പോകുന്നു. മനസ്സിലാകുന്നു ഇത് രണ്ടും, ഇതിന് വളരെയധികം ആർക്കൈവ്സിലേക്ക് പോകണ്ട, അത് രണ്ടും തെറ്റാണ്, രണ്ടു കൂട്ടരുടെ ഉത്തരങ്ങളും തെറ്റാണ് എന്ന് മനസ്സിലാകുന്നു. 9 മെമ്പർ ഡെലിഗേഷൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ജെമിനിയും ചാറ്റ് GPTയും കൊടുത്ത ഉത്തരങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ സുചിത്ര വീണ്ടും ആർക്കൈവ്സിലേക്ക് പോവുകയും അവിടെ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്താണ് മനസ്സിലാക്കിയത്? US സെനറ്റേഴ്സ് 9 മെമ്പേഴ്സ് ചേർന്ന, അതായത് US സെനറ്റേഴ്സിൽ നിന്ന് 9 പേർ ചേർന്ന ഒരു സംഘം റാം ജന്മഭൂമി കോംപ്ലക്സ് 1993 നവംബർ 3 വിസിറ്റ് ചെയ്യുന്നു. രാം ജന്മഭൂമി കോംപ്ലക്സ് 1993 നവംബർ 3 വിസിറ്റ് ചെയ്തു. അതായത് എപ്പോഴാണ് ഈ വിസിറ്റ് നടന്നത്? 1992 ആണ് ബാബറി മസ്ജിദ് തകർത്തത്. ഈ തകർക്കലിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ US-ൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് 9 മെമ്പേഴ്സ് ഫ്രം ദ സെനറ്റ് റാം ജന്മഭൂമി വിസിറ്റ് ചെയ്യുന്നത്. അക്കമ്പനീഡ് ബൈ ലീഡേഴ്സ് ഓഫ് ദി ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ ഇവരെ അക്കമ്പനി ചെയ്ത് ഇവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ആ മേക്ക് ഷിഫ്റ്റ്, അതായത് ടെൻറ്റ് അറ്റ് ദി സൈറ്റ് ഹൗസിംഗ് രാംലല്ല സൈറ്റും അവർ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വിസിറ്റിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഉത്തരം ടു സ്റ്റഡി ദ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ആൻഡ് കൾച്ചർ ഓഫ് ദി കൺട്രി. ഈ രാഷ്ട്രത്തിൻ്റെ ഡെമോക്രസി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആണ്. അതല്ലാതെ പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഒന്നോടെ നമുക്ക് റീവൈൻഡ് ചെയ്ത് നോക്കാം എന്താണ് അവരുടെ ഉത്തരം. ഞങ്ങൾ റാം ജന്മഭൂമി ഇവ കാണാൻ വന്നത് ഇവിടുത്തെ ഡെമോക്രസി എങ്ങനെ പോകുന്നു, അതുപോലെ തന്നെ സംസ്കാരം, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ 3 ചോദ്യങ്ങൾ, സുചിത്രയുടെ 3 ചോദ്യങ്ങൾക്കും തെറ്റായ ഉത്തരങ്ങളാണ് ഈ പറയപ്പെട്ട AI ബോട്ട്സ് നൽകിയത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഞാനിത് അസേർട്ട് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥിനികൾ അതുപോലെ ആരും തന്നെ ഇപ്പോൾ ചർച്ചയ്ക്കൊക്കെ, ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നവർ, ഞാൻ അതുകൊണ്ട് തന്നെ പലരോടും വഴക്കടിക്കേണ്ടി വന്നിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ പെട്രോളും ഡീസലും മാർക്കറ്റ് വിപണി പെട്രോൾ വിലയും ഡീസൽ വിലയും വിപണി തീരുമാനിക്കട്ടെ, മാർക്കറ്റ് ഡിറ്റർമൈൻഡ് പ്രൈസസ്, അതിന് വിട്ട ആരാണ്? അത് BJP ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ്റാണ് 2002 വിപണിക്ക് വിട്ടത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ചർച്ചിസ്റ്റുകളാണ് പലപ്പോഴും ചർച്ചകൾക്ക് വരാറുള്ളത്. അപ്പോൾ അവരൊക്കെ ഈ ഗൂഗിളും ജെമിനിയും ചാറ്റ് GPTയും ഒക്കെ നോക്കിയിട്ടാണ് വരുന്നത് എന്നതുകൊണ്ടാണ് അവരതിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് എന്നോട് ശൗര്യം കാണിക്കുന്നത്. അത്തരം സുഹൃത്തുക്കളോട്, അതിപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഏത് ചർച്ചയിലാണ് പോകുന്നത് എങ്കിലും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു 10, 20, 30 വർഷം മുൻപ് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കണമെങ്കിൽ
ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറണം. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഓർമ്മിക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ മുഴുവനും മാനേജ് ചെയ്യുന്നത് NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററാണ്. NIC.in എന്നാണ് പറയുക, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ. അപ്പോൾ ഈ പെട്രോളിയം പ്രൈസസ് വിപണിക്ക് വിട്ടത് എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണമെന്നറിയാമോ? MOPN, അതായത് മിനിസ്ട്രി ഓഫ് പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ മിനിസ്ട്രി, അതായത് www.nic.in എന്ന് അടിച്ചിട്ട് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ കയറണം. അങ്ങനെ വെബ്സൈറ്റിൽ കയറിയാലാണ് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പറയപ്പെട്ട ഒരുപാട് കാലം 1973 മുതൽ 2002 വരെ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് പോളിസിയുമായിട്ട് പോയത്, എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് പോളിസി വേണ്ടെന്ന് വെച്ചത്, ഒരുപാട് കാര്യങ്ങൾ അതേപ്പറ്റി പഠിക്കാനുണ്ട്. അതെല്ലാം മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അതിന് കൃത്യമായിട്ട് ആ വെബ്സൈറ്റിൽ കയറണം. അപ്പോൾ മനസ്സിലാകും എന്നാണ് അത് ഡീകൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചത്, എന്നാണ് പെട്രോളിൻ്റെ വില വിപണിക്ക് വിട്ടത്, എന്നാണ് ഡീസലിൻ്റെ വില. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വെറുതെ ചർച്ചയ്ക്ക് ചെന്ന് വഴക്കടിക്കാൻ നിൽക്കാതെ കൃത്യമായ വെബ്സൈറ്റിൽ നിന്ന്, അതായത് ഞാൻ ഇതിവിടെ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് തന്നെ ഈ സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വലിയൊരു സഹായമാണ് സുചിത്ര കാർത്തികേയൻ ഈ പഠനം കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഈ അബദ്ധം, അതായത് നമ്മൾ ഈ 10-15 വർഷത്തെ മാത്രം ഡേറ്റ വെച്ച് കളിക്കുന്ന ChatGPT, ജെമിനി ഇതിനെയൊക്കെ വെച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ പഠനം, അതായത് ആകട്ടെ പഠിക്കുന്നവരാകട്ടെ ഗവേഷകർക്കൊക്കെ വലിയ അബദ്ധം പറ്റാം ഇതുമായിട്ടും ഇങ്ങനെ മുമ്പോട്ട് പോയാൽ. അപ്പോൾ ആ അബദ്ധത്തിൽ നിന്ന് കരകയറാനും, മാത്രവുമല്ല ഈ AI എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന വലിയ മാഗ്നേറ്റ്സ് ഉണ്ടല്ലോ, അവരും ഒക്കെ മനസ്സിലാക്കണം ഇതിനെ ഒരുപാട് കാലത്തേക്ക് പുറകോട്ട് കൊണ്ടുപോകാനുണ്ട്. എങ്കിൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ മനുഷ്യനെ സഹായിക്കുന്ന ഒരു സഹായിയായി രൂപം കൊള്ളുകയുള്ളൂ എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ US കോൺഗ്രസിൽ നിന്ന് വന്ന 9 പേരുടെ സംഘം പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഡെമോക്രസി എന്ത്, ഇന്ത്യയുടെ സംസ്കാരം എന്ത് എന്ന് പഠിക്കാനാണെന്ന്. അതിൽ വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. US ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോ എന്നൊരു നിയമമുണ്ട്. ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോ. ആ ഒരു ലോ അനുസരിച്ച് ഏതു മതത്തെയും അവർ സമവായത്തോടെയാണ് കാണുന്നത്. ഒരു മതപീഡനവും നടക്കാറില്ല. ഒരു FCRA ബില്ലും അവിടെ കൊണ്ടുവരികയില്ല. അപ്പോൾ അത് മാത്രവുമല്ല, ഇന്ത്യക്ക് തന്നെ ഒരു വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു വലിയ തിരിച്ചടി US നിന്നുണ്ടായിട്ടുണ്ട്. അതെപ്പോഴാണെന്നല്ലേ, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നടന്ന നരോദ കൂട്ടക്കൊല ഓർമ്മയുണ്ടല്ലോ. 2002 നരോദ കൂട്ടക്കൊല മറക്കാറായിട്ടില്ല. ആ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത് മുസ്ലിംസ് ആയിരുന്നു. ആ കൂട്ടക്കൊല 2002 നടക്കുന്നു. 2004 അന്ന് മുഖ്യമന്ത്രി അവിടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നത് നരേന്ദ്രമോദിയാണ്. 2004 നരേന്ദ്രമോദി US വിസിറ്റ് ചെയ്യാനായിട്ട് വിസ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വിസ കൊടുത്തില്ല. വിസ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വിസ കൊടുക്കാതിരുന്നത് നരോദ കൂട്ടക്കൊല ആ കാലഘട്ടത്തിൽ നടന്നതുകൊണ്ടാണ്. അതായത് റിലീജിയസ് ഫ്രീഡം ലോ, ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോ, ആ ലോ ഹനിക്കുന്ന ഏത് രാജ്യക്കാർക്കും അമേരിക്കയിലേക്കുള്ള പ്രവേശനം അവർ നിഷേധിക്കും. അതാണ് സംഭവിക്കുക. അവിടെ തീരുന്നില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ അത്തരം കുസൃതി എന്നോ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് അദ്ദേഹം ശ്രമിച്ചു, അദ്ദേഹത്തിന് US വിസ നിഷേധിക്കപ്പെട്ടു. അതുപോലൊന്ന് സംഭവിച്ചേനെ 2023 മണിപ്പൂർ ഇഷ്യൂ കഴിഞ്ഞപ്പോഴും. മണിപ്പൂർ 2023
ഫെബ്രുവരി 28 29 മറ്റോ ആണ് മണിപ്പൂർ ഇഷ്യൂ തുടങ്ങുന്നത്. ഫെബ്രുവരിയും കഴിഞ്ഞ് മെയ് മാസത്തിൽ നരേന്ദ്രമോദി US വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതായത് ഇൻ്റർനെറ്റും സമസ്തവും കട്ട് ചെയ്തു. മണിപ്പൂരിൽ സംഭവിക്കുന്നത് ലോകം അറിയരുത്, ഇന്ത്യക്കാർ പോലും അറിയരുത്, എന്നിട്ടല്ലേ അമേരിക്ക അറിയേണ്ടത്. അപ്പോൾ ആരും അറിയാത്ത രീതിയിൽ ഇൻ്റർനെറ്റ് എല്ലാം കട്ട് ചെയ്ത് അവസാനം അദ്ദേഹം US വിസിറ്റ് ചെയ്തു. US വിസിറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാത്തപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു. എന്തുകൊണ്ടാണ് ഇതുവരെ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാത്തത്, റീപ്ലേസ് ചെയ്യാത്തത് എന്ന് ചോദിച്ച്. അപ്പോഴാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ റീപ്ലേസ് ചെയ്തത്. അപ്പോഴാണ് ലോകം അറിയുന്നത് നഗ്നരായിട്ട് പോലും സ്ത്രീകളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നതും മറ്റും, അതുപോലെ ധാരാളം പള്ളികളും ഒക്കെ നശിപ്പിച്ചത്, വലിയ തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ, അതായത് എല്ലാത്തരം പീഡന ശ്രമങ്ങളും നടന്നിരുന്നു അവിടെ എന്ന് ഇന്ത്യക്കാർ പോലും അറിയുന്നത് അതിനുശേഷം സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷം ആണ്. അപ്പോൾ നമുക്കൊന്ന് ഒരു വിചിന്തനം ചെയ്യരുതോ? നമ്മുടെ ഡെമോക്രസി എങ്ങനെ, നമ്മുടെ സംസ്കാരം എങ്ങനെ എന്ന്. ഇതിനാണല്ലോ അന്ന് US നിന്ന് 9 മെമ്പേഴ്സ് വന്ന് രാംലല്ലയൊക്കെ കണ്ടിട്ട് പോയപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങൾ ഇവിടുത്തെ ഡെമോക്രസി എങ്ങനെയെന്നറിയാനും ഇവിടുത്തെ സംസ്കാരം എന്തെന്നറിയാനുമാണ് വന്നത് എന്ന്. നാമും ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഈ FCRA ബില്ലും ഒക്കെ ആയിട്ട് മുന്നേറുമ്പോൾ എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് നമ്മുടെ ഡെമോക്രസി, എങ്ങോട്ടാണ് നമ്മുടെ ഡെമോക്രസിയുടെ ചായ്വ്, ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്.